പത്രാസ് കാട്ടാത്ത ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത മുഖ്യമന്ത്രി ആയിരിക്കും സതീശൻ എന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ അവകാശമാണ്. ഇന്ന് സത്യപ്രതിജ്ഞാ ദിനമായിരുന്നു. നിങ്ങളെ ഒരു ദൃശ്യം കാട്ടാം. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് പ്രഖ്യാപിച്ച അതേ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ദിനത്തിൽ നഗരത്തിലേക്കുള്ള ഗതാഗതം പരിപൂർണമായി സ്തംഭിപ്പിച്ചു. പ്രത്യേകിച്ച് ചിന്തിക്കുക, തിങ്കളാഴ്ചയാണ്, ഓഫീസ് ടൈമാണ്. രാവിലെ 10 മണിക്കായിരുന്നു സത്യപ്രതിജ്ഞ. സ്വാഭാവികമായിട്ടും നഗരത്തിലേക്ക് 8 മണി മുതൽ ജനങ്ങൾക്ക് വരേണ്ട പലതരം ആവശ്യങ്ങളുള്ള ദിവസം. ആ ദിവസത്തിലെ ഒരു കാഴ്ചയും പത്രാസ് ഒന്നും കാണിക്കില്ല, അകമ്പടി വാഹനങ്ങളൊന്നും ഉണ്ടാകില്ല, സാധാരണക്കാരനായിട്ടുള്ള ജനപ്രതിനിധി ആയിരിക്കും കോൺഗ്രസിന് ഉണ്ടാകാൻ പോകുന്നതെന്ന് പറഞ്ഞതിന് ശേഷം ഇന്നിപ്പോ തലസ്ഥാന നഗരത്തിലെ ചില കാഴ്ചകളൊന്ന് കണ്ടേ. പ്രത്യേകിച്ച് അകമ്പടി വാഹനങ്ങളില്ലാതെ സാധാരണക്കാരായിട്ടുള്ളവരെ പോലെ കടന്നു പോകുന്നവരായിരിക്കും കോൺഗ്രസ് മന്ത്രിമാരെന്ന് പറഞ്ഞ് നാവെടുത്ത് അകത്തിട്ടതിന് ശേഷം ഈ കാഴ്ചയൂടി നിങ്ങൾ കാണും. മുഖ്യമന്ത്രി പിണറായി വിജയന് ഇത്രയും അകമ്പടി വാഹനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്ത്യയിലെ ബാക്കിയുള്ള സകലമാന മുഖ്യമന്ത്രിമാരുടെയും അകമ്പടി വാഹനങ്ങൾ നിങ്ങളൊന്ന് പരിശോധിക്കണം. എന്നിട്ട് ഇന്നത്തെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നവരുടെ അകമ്പടി വാഹനമാണ്. വാക്കെന്ത് പ്രവൃത്തി എന്ത്. നമുക്ക് ജനങ്ങളെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തി വാർത്താ വിസ്ഫോടനമാക്കി തെറ്റിദ്ധരിപ്പിക്കുക. ബാക്കി ഞങ്ങൾ ഇഷ്ടം പോലെ കുത്തഴിഞ്ഞ പ്രവർത്തനങ്ങൾ കാണിക്കും. അതിന്റെ ഒരു നേർ സാക്ഷ്യമാണ് കണ്ടത്. ഇന്നിപ്പോ ആശുപത്രികൾ, ആംബുലൻസുകൾ, ജനറൽ ഹോസ്പിറ്റൽ ഉൾപ്പെടെ എത്തേണ്ട രോഗികൾ, നിരവധി ഇടങ്ങളിൽ ഗതാഗത പ്രശ്നം കൊണ്ട് ജനം വീർപ്പുമുട്ടി. കാര്യം എന്താണ്? അവരാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. ആ ചടങ്ങിന് തലസ്ഥാനത്തേക്ക് കടന്നു വരേണ്ട പൊതുഗതാഗത പാത ഒന്നടങ്കം അടച്ചിട്ടുള്ള ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ജനങ്ങൾക്ക് എവിടെയെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയതായിട്ട് നിങ്ങൾ വാർത്തയിൽ എവിടെയെങ്കിലും കണ്ടോ? മനോരമ ആശുപത്രിയിലേക്ക് വന്നവർ വഴിയിൽ തടസ്സപ്പെട്ടതോ ആംബുലൻസുകൾ വഴിയിൽ കുടുങ്ങിയതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വാർത്തകൾ സംപ്രേഷണം ചെയ്ത് കണ്ടോ? ഇത് ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ ഏതെങ്കിലും ഒരു പരിപാടി ആയിരിക്കണമായിരുന്നു. എന്തോരം ജനങ്ങളെ ബുദ്ധിമുട്ടുന്ന വാർത്തകൾ ഇങ്ങനെ വന്നേനെ. കോൺഗ്രസ് കാണിക്കുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടല്ല, ഒരു പക്ഷെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവരങ്ങ് സഹിച്ചോളണം. പക്ഷെ ഇടതുപക്ഷ സർക്കാരാണെങ്കിൽ ജനവികാരം ഉണ്ടാക്കാൻ വേണ്ടി വാർത്ത എന്ന പേരിൽ ഓരോ ഇടങ്ങളിലും പോയി ആൾക്കാരെ കൊണ്ടും വേഷം കെട്ടി കഥാപാത്രങ്ങളെ വരെ ഇറക്കി പലതരം വാർത്താ നാടകങ്ങൾ കളിക്കും. അവിടെയാണ് ഇന്ന് ഈ തലസ്ഥാനത്തിന്റെ കാഴ്ച കണ്ടിട്ടെങ്കിലും ജനം ചിന്തിക്കേണ്ടത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഈ കാണിച്ച പ്രവർത്തനവും അകമ്പടി വാഹനങ്ങൾ കുറയ്ക്കുമെന്ന് പറഞ്ഞ അതേ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്നവർ ഉപയോഗിക്കുന്ന അകമ്പടി വാഹനങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വാക്കും പ്രവൃത്തിയും ഒന്നാണോ ഇല്ലയോ എന്നൊക്കെ ആലോചിച്ചോളൂ.